എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ, നല്ല കുഞ്ഞു സുന്ദരി പൂവാണ്. ഇതുപോലത്തെ കളർ പേപ്പർ കൊണ്ട് നമുക്ക് നല്ല കുഞ്ഞു പൂവുണ്ടാക്കാം. നമ്മൾ പൂവാക്കണ്ട പേപ്പർ കത്രിക, പശ, ഇത് നമുക്ക് മുറിക്കാനുള്ളത് ഇതും കൂടെ വേണ്ടു, വേറെ ഒന്നും വേണ്ട. നമുക്കിത് മുറിച്ചെടുക്കണ്ടേ. നമുക്ക് എത്ര വലിപ്പം നിങ്ങൾക്ക് എങ്ങനെ മുറിക്കാം. ഇത് ഞാനിപ്പോൾ ഇത് എടുത്തിരുന്നേറ്റുവേ. നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിപ്പം വേണമെങ്കിൽ ഇതിനേക്കാൾ വലുത് എടുത്താൽ മതി. എന്തെങ്കിലും പ്ലേറ്റിൻ്റേതോ എന്തെങ്കിലും ഇതേപോലത്തെ മൂടോ എന്തെങ്കിലും എടുത്തിട്ട് ഇതെങ്ങനെ വെച്ച് മുറിച്ചെടുത്താൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇങ്ങനെ വെച്ച് മുറിച്ചെടുത്താൽ മതി. ഒരു ഇതെടുത്ത് പെണ്ണെടുത്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് അറിയാമല്ലോ, അങ്ങനെ മുറിച്ചാണ്. നമുക്കിങ്ങനെ ഒരു കളർ പെൻസിലോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. ഇനി കണക്കായിട്ട് മുറിച്ചെടുക്കാം നമുക്ക്. ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമുക്ക് നടുവിലെ മടക്കാം. ഇങ്ങനെ കളറിലെ ഭാഗം മേൽപോട്ടെന്ന് എല്ലാറ്റിനും മേൽപോട്ടാക്കേണ്ട കളറിലെ ഭാഗം ഇതാണ്. രണ്ടായിട്ട് മടക്കില്ലേ. ഇനി നടുക്ക് ഇങ്ങനെ മടക്കാം. എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ആ സ്പീഡ് കുറച്ചാക്കിയെന്ന്. രണ്ടായിട്ട് മടക്കി ആദ്യം രണ്ടായിട്ട് മടക്കി, പിന്നെ നമ്മൾ നാലായിട്ട് മടക്കി. കണ്ടില്ലേ. ഇനി നമ്മൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ ഈ നാലായിട്ട് മടക്കിയത് ഈ ഭാഗം ഉണ്ടല്ല, ഈ ഭാഗത്തുനിന്ന് നേരെ ഇങ്ങനെ മടക്കുക. അതുപോലെ ഇതിങ്ങോട്ട് തിരിച്ച് ഇപ്പുറം ഉണ്ടല്ലോ ഒന്ന് അതുപോലത്തെ ഇങ്ങോട്ടും തിരിക്കുക. മനസ്സിലായില്ലേ. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സ്പീഡിലാക്കിയാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. കണ്ടില്ലേ. ഇങ്ങനെയായി. ഒന്നും കൂടെ കാണിച്ചു തരണ. രണ്ടായിട്ട് മടക്കി, നാലായിട്ട് മടക്കി, പിന്നെ നമുക്ക് ഇങ്ങനെ എടുക്കുക, ഇങ്ങോട്ട് നടക്കുക, മറ്റേതെടുത്ത് ഇങ്ങോട്ട് നടക്കുക. ഇങ്ങനെയല്ലേ. മനസ്സിലായില്ലേ. നമുക്ക് നടുക്കേ കൂടെ ഒരു ഇതാക്കാം. അറ്റം വരെ മുറിക്കല്ലേ. ഇതുപോലെ ഇത്ര മതിയേ, കുറച്ച് മണിലാവേ. കണ്ടില്ലേ. ഇനി ഇത് നമ്മൾ ഷേപ്പാക്കി കൊടുക്കണം. സൈഡ് ഉണ്ടാവും ഇനിങ്ങോളം. അത് നമ്മൾ ഈടുന്ന് തുടങ്ങണേ. ഈടുന്ന് തുടങ്ങണേ. ഇനി അടിയിൽ പോണ്ട. ഇങ്ങനെ കൊണ്ടുവന്ന് ഒരേപോലെ മുറുക്കെ പിടിക്കണം. ഇത് ഒരേപോലെ ആവണം. സൈഡ് രണ്ടും ഒന്ന് നല്ല ഒന്ന് വളച്ച് കൊടുക്കണം. ഇവിടെ എത്തുമ്പോൾ ഒന്ന് ചെറുങ്ങനെ വളക്കണം. ഇങ്ങനെ മതിയേ. അതുപോലെ ഇപ്പുറം ഉണ്ടല്ലോ, ഈ സൈഡ് ഉണ്ടല്ലോ, ഇവിടുന്നൊന്ന് വളച്ച് കൊടുക്കുക. ഇവിടെ എത്തുമ്പോൾ ഒന്ന് വളച്ച് കൊടുക്കുക. ഇതറിയാത്തവർക്കാണ് ഇത്. അറിയുന്നവർക്ക് വേഗം അറിയും. എന്നെപ്പോലത്തെ ആളുണ്ടാവില്ല ആദ്യമായിട്ട് കാണുന്നവർ, അവർക്കാണ് ഞാൻ ഇത്ര ഇതായിട്ട് കാണിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇത്ര വേഗം മനസ്സിലാവില്ല. ഈ ഭാഗം ഇതെടുത്തത് ഈ ഭാഗം നമ്മൾ ഷേപ്പാക്കി. ഇനി ഈ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുക. എന്നിട്ട് എവിടെയും കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഉണ്ടല്ലേ. എന്തായാലും അതിലായില്ലേ. ഇത് അതുമാതിരി ഈ ഭാഗം നമ്മെ ആക്കിയില്ലേ. ഇനി ഈ ഭാഗത്ത് അതുപോലെ ആക്കാം. ചെറുതും വലുതും ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇങ്ങനെ മുറിക്കുമ്പോൾ ശരിയാക്കാം. കണ്ടില്ലേ.
ഇപ്പോൾ ലേശം ഇത് മേലെ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇങ്ങനെ ആക്കുക. ഇനി ഇത് നമുക്ക് ഇതമ്മ ഒരു ഗിർക്കിൽ ഇതുപോലെ ഒരു ഗിർക്കിലെടുത്തിട്ട് ഇങ്ങനെ വെക്കണം നമ്മളിതാ. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ മുറുക്ക പിടിച്ചാൽ നമുക്ക് അതിനോട് കൂടെ അതാ അതിനോട് ഇങ്ങനെ വലിച്ചാൽ ഇതാ കണ്ടില്ലേ ഇതാ ഇങ്ങനെ ഒരു ഇങ്ങനെ ഈ കൈ കൊണ്ട് ഇത് പിടിക്കണം ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ഇവിടെ മുറുക്ക പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ മതി. കണ്ടില്ലേ ഇങ്ങനെയാണ് ഒന്ന് ചുരുണ്ട് കിട്ടാൻ വേണ്ടിയാണേ. ഇതാ ഒന്നും കൂടെ നോക്കിക്കോ. ഇനി ഇത് ഞാൻ എല്ലാമായിട്ട് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ആക്കിയിട്ട് കണ്ടില്ലേ ഒരു നല്ല രസമായില്ലേ ഇത്. ഇതുപോലെ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഞാൻ ആക്കിയതാണ്. ഞാനെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ ഓരോന്ന് എന്ത് വേണമെന്ന് പറഞ്ഞാൽ നമ്മ എന്താ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് 5 ഇത് ഇതിന്ന് ഒരതള് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്ന് നമുക്കിങ്ങനെ ഇത് കോട്ടിയെടുക്കണ്ടേ. ഇതിങ്ങനെ ഇവിടെ ഒട്ടിക്കണമേ. അതിന് ഒരതള് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഇതിന്ന് 2 എണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മുറിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയേ. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇത് 2 എണ്ണം ഉണ്ട്. ഇതാ ഇത് നമുക്കിങ്ങനെ ഒട്ടിക്കേണ്ടതാണ്, രണ്ടാമത് ഒട്ടിക്കേണ്ടതാണ്. അതുപോലെ ഇത് 3 എണ്ണം ഉണ്ട്, ഇത് 4 എണ്ണം ഉണ്ട്, ഇത് 5 എണ്ണം ഉണ്ട്. പിന്നെ ഞാനെല്ലാം പറഞ്ഞു തരാം. ഇതെല്ലാം ഒട്ടിച്ചിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ ഒരതള് മുറിച്ചത് ഞാൻ എന്താ ഒട്ടിക്കാൻ പോകുന്നത്, ശ്രദ്ധിക്കണേ. എന്താ പശയാക്കിയിട്ട് ഇതാ കണ്ടതാ ഇതിങ്ങനെ അമ്മ ഒട്ടിച്ചു. ഇത് ഏറ്റവും അടിയിൽ വെക്കണ്ടേ. ഇനി മേലെ അതിന് അമ്മ എല്ലാം വെക്കണ്ട്. ഇതിവിടെ വെക്കാം. ഇതിൻ്റെ ഒന്ന് ഇതാ, ഇത് രണ്ടാമത്തത്. ഇതും കൂടെ എടുത്തിട്ട് ഞാൻ പിന്നെ എല്ലാം ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് രണ്ടാമത്തത്. ഇത് ഒന്നാമത്തതിൻ്റെ മേലെ ഇങ്ങനെ വെക്കേണ്ടതാണ്. പശ ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിക്കേണ്ടത്. ഇനി ഇതെല്ലാം ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്താ എല്ലാം ഒട്ടിച്ചു. 5ാമത്തത് ഒട്ടിച്ചു. ഇനി നമുക്കിത് ഓരോന്ന് മുറിച്ചിട്ടിട്ടില്ലേ. ഇതാ 1 2 3 4 5. ഇത് നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. പിന്നെ മേലെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിക്കാം. ഇത് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാം അതേപോലെ ഒട്ടിച്ചിട്ട് കട്ട്. ഏറ്റവും അടിയിലിത് രണ്ടാമത്തെ. ഇത് നേരെ ഇത് പശയാക്കി ഞാൻ നേരെ വന്നൂടാ. ഈ അതള് ഇതിന് ഇടക്കിടക്കായിട്ട് ഇങ്ങനെ ഇത് നേരെ തിരിച്ചിട്ട് ഇനി നേരെ ആയിക്കൂടാ. ഇത് നേരെ ഇങ്ങനെ വന്നൂടാ. നമ്മൾ ദേശം ഇങ്ങനെ തിരിച്ചിട്ട് ഇതുപോലെ വരണേ. ഇതുപോലെ വരണം. അതള ഒരേപോലെ വന്നൂടാ. കാണാൻ അത്ര ഇതുണ്ടാവില്ല. അങ്ങനെ ഈ വടവിലേക്കൂടെ മറ്റേത് ഇത് 3ാമത്തത്. ഇത് അതേപോലെ മേലോളം ഇതേപോലെയാണ്. ഇനി ഓരോന്നിനും ഇതെല്ലാം ഞാൻ ഒട്ടിച്ച് കാണിച്ചു തരാം. ഇത് മേലെ ഇതേപോലെ 1 2 3 ഇത് ഒട്ടിച്ചിട്ടാകുമ്പോൾ ഇതെല്ലാം 3 2 ഇങ്ങനെയെല്ലാം ഒട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ അവസാനത്തെ ഇതായത് ഏറ്റവും അവസാനത്തെ. ഇത് കുറച്ച് സമയം കഴിഞ്ഞാലേ ഇത് ഒട്ടുള്ളൂ. ഇതിവിടെ വെക്കുക. വെച്ച്
നമുക്കിനി തണ്ട് ആക്കണ്ടേ ഇതുപോലെ തണ്ടാക്കി വെക്കണ്ടേ ഇതുപോലെ എന്താ ഇതുപോലെ തണ്ടാക്കാൻ നമുക്ക് ഒരു ഇറുക്കിൽ തന്നെ എടുത്താൽ മതി. നമ്മൾ ഇതാ ഇങ്ങനെ മേലെ തന്നെ ആക്കണം. ഇങ്ങനെ അങ്ങനെ ചുറ്റി എന്നാൽ വേഗമായി ഇതാ അങ്ങനെ ചുറ്റി പൈസയിലുണ്ട്. അങ്ങനെ വെച്ചാണ് അത്രയും നാളം വേണ്ടു. ഇങ്ങനെ ഒന്ന് വിരിച്ചു കൊടുത്താൽ ആ സമയം പശ അടിച്ചിട്ട് ഇവിടെ ഒട്ടിച്ചേനെ ഇതറ്റ ഒന്ന് മുറിച്ച് കൊടുക്കാം നമുക്ക്. ഇതാ ഒരേപോലെ ആവേണ്ടത് രണ്ടറ്റം മുറിക്കാം. നമുക്ക് കുറച്ച് നേരം വെക്കണം, എന്നാലേ ഇത് ഒട്ടി കിട്ടൂലേ. ഇത് ഇവിടെ വെച്ച് കൊടുക്കാം ഫസ്റ്റ്. മാമനെ നമുക്ക് ഇങ്ങനെ കമഴ്ത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ വെക്കാം. ഇതാ വെച്ച് കുറച്ച് സമയം ഇത് വെക്കണം. ഇങ്ങനെ ഒട്ടണമെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ വെക്കണം. ഇതാ ഇതാ നമ്മളെ പൂത എങ്ങനെയുണ്ട് നോക്കിയാൽ ഉണ്ടല്ലേ, നമ്മളെ സുന്ദരി പൂത അതുപോലെ അധികം ചിലവില്ലാതെ ശ്രദ്ധിച്ചാക്കിയാൽ നല്ലതാണ് കാണാൻ. ഇത് സാധാരണ കുഞ്ഞുങ്ങൾ എഴുതാനെടുക്കുന്നില്ലേ ആ കടലാസായത് ഏതും എടുക്കാം. നിങ്ങൾ പഠിക്കാൻ ഇതെടുക്കുക. ഇത് എടുത്താൽ നല്ല രസമാണിത്. ഉണ്ടല്ലേ ഇനി A4 ഷീറ്റ്. ഇനി ഇത് എല്ലാവരും കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷോപ്പ് ചെയ്യണം, നല്ല സപ്പോർട്ടും വേണം. എന്താ ഉണ്ടല്ലേ ഇഷ്ടമായിട്ടേ കമൻറ്റിലിടണം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റിലിടണം. പിന്നെ ആക്കാണ്ട് നല്ല നല്ല പൂണ്ട് ഇനി ആക്കാൻ എല്ലാ പൂവാക്കിയിട്ട് കാണിച്ചു തരാം.